ഹായ് മക്കളെ, ഇന്ന് നടന്ന +1 മോഡൽ ഫിസിക്സ് എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ കീ ഡിസ്കഷൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു മീ പേപ്പർ പക്ക ഒരു ആവറേജ് ആയിരുന്നു. കുറച്ച് പുതിയ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ആവറേജ് ആയിട്ട് ലാസ്റ്റ് ഡേ ഒഴികെ, അതായത് ലാസ്റ്റ് ഡേ മാത്രം പ്രിപ്പയർ ചെയ്യാതെ അതിന് തൊട്ട് മുമ്പുള്ള ഡേയ്സിലൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് എല്ലാ ചാപ്റ്ററും റിവൈസ് ചെയ്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ റിവൈസ് ചെയ്ത ഒരു കുട്ടിക്ക് എന്തായാലും ഒരു 45 to 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു A+ ലെവലിലേക്ക് മാർക്ക് കിട്ടാനും സത്യം പറഞ്ഞാൽ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. കുറച്ച് ന്യൂമറിക്കലും ചില ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? ഒന്ന് ഡിസ്കസ് ചെയ്യാൻ തന്നെ അല്ലേ, അത് മാസ്സാണ്. ഇനി അടുത്തത്, ഇൻ കേസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ വിച്ച് ഓഫ് ദീസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡു നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്? അപ്പോൾ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ നിങ്ങൾക്കറിയാം, അയാളുടെ സ്പീഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. സ്പീഡ് കോൺസ്റ്റൻ്റാണ്. ഓക്കെ, അപ്പോൾ സ്പീഡല്ല. പിന്നെ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ½ × m × v². അതിൽ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ല, സ്പീഡാണ്. കാരണം സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പം സ്പീഡ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജിയും വരില്ല. ഇനി നമുക്ക് ഓപ്ഷൻ ഉള്ളത് വെലോസിറ്റിയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷനും. നിങ്ങൾക്കറിയാം സർക്കുലർ മോഷനിൽ പോകുന്ന സമയത്ത് ഈ പോയിന്റിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. അത് ഈ പോയിന്റിൽ എത്തുമ്പം ഇങ്ങോട്ടായിരിക്കും, ഈ പോയിന്റ് എത്തുമ്പം ഇങ്ങോട്ടായിരിക്കും. യൂണിഫോം സർക്കുലർ മോഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, ഡിഫറൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ വെലോസിറ്റിയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. വെലോസിറ്റിയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, വെലോസിറ്റി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. റെഡി. Next question. The centripetal force required for an artificial satellite to revolve around Earth is provided by. ഭൂമിക്ക് ചുറ്റും പ്ലാനറ്റ് കറങ്ങുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മാക്സിമം ഇലാസ്റ്റിസിറ്റി? തന്നിരിക്കുന്നതിൽ റബ്ബർ, ഗ്ലാസ്, സ്റ്റീൽ, സിൽവർ. അതിൽ സ്റ്റീലാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. കാരണം യങ്സ് മോഡുലസ് കൂടിയ ആൾക്ക് എലാസ്റ്റിസിറ്റി കൂടുതലാണെന്ന് പറയാം. സോ യങ്സ് മോഡുലസ് ഈസ് ദ സ്റ്റീൽ ഈസ് ദ കറക്റ്റ് ആൻസർ. സ്റ്റേ ട്രൂ ഓർ ഫോൾസ്. ഇത് കുറച്ച് പേര് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ട്രൂ ഓർ ഫോൾസ് ഏതെങ്കിലും ഒന്ന് 50-50 ചാൻസ്, അറ്റ്ലീസ്റ്റ് അത് സ്കിപ്പ് ചെയ്യാതെ ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു 50% ചാൻസ് എങ്കിലും ഉണ്ടായിരുന്നു. ദ വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ പഠിക്കുക. ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. തേനെ ചൂടാക്കുമ്പം അയാളെ വിസ്കോസിറ്റി കുറയുക ചെയ്യുക അല്ലേ, അയാൾ പെട്ടെന്ന് ഒഴുകും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഗ്യാസിൻ്റെ കേസിൽ എന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ തെറ്റി. ഗ്യാസിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ കേസിൽ, ലിക്വിഡ്സിൽ ടെമ്പറേച്ചർ കൂടുമ്പം എന്താണ്, വിസ്കോസിറ്റി കുറയും. എന്നാൽ ഇയാളുടെ കേസിലോ, ഗ്യാസസിൻ്റെ കേസിലോ നേരെ ഓപ്പോസിറ്റാണ്. ടെമ്പറേച്ചർ കൂടുമ്പം വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുക. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പം അതിൻ്റെ ഉള്ളത്തെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റീസ് കൂടുതൽ. അപ്പോൾ അവരെ കൊളീഷൻസ് ഒക്കെ കൂടിയിട്ട് ആകെ ഒഴുകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. സോ ബേസിക്കലി ഇറ്റ് ഈസ് ഫോൾസ്. എനർജി റിക്വയർഡ് ടു ചേഞ്ച് സബ്സ്റ്റൻസ് ഫ്രം സോളിഡ് സ്റ്റേറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് മാറ്റാൻ പോവുകയാണ് നമ്മൾ. ലിക്വിഡിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ഫേസ് ചേഞ്ച് ആണ്. അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ആ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. സോളിഡ് ടു ലിക്വിഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ എനർജി റിക്വയർഡിനെ വിളിക്കുന്ന പേരാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് റൈറ്റ് ആൻസർ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പോൾ ചില ആൾക്കാർ ഇവിടെ മെൽറ്റിംഗ് എന്നൊക്കെ പറയും. മെൽറ്റിംഗ് അല്ല, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജിൻ്റെ ആവറേജ് വാല്യൂ അബ്സല്യൂട്ട് ടെമ്പറേച്ചറുമായിട്ട് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ടി എന്നോ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനോ എഴുതിയാൽ മാർക്ക് കിട്ടും കേട്ടോ. സോ 1 മാർക്കിൽ ആകെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ കുറവാണ്. ഇനി നമുക്ക് 2 മാർക്ക് സെഷനിലോട്ട് പോവാം. സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോയിങ്. അപ്പോൾ ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ പറഞ്ഞു പോവാം. ഇതിലെ എല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിലെ ഈ 5, 0, 4, 1 മാത്രം സിഗ്നിഫിക്കൻറ്റ്, ബാക്കിയുള്ളവർ സിഗ്നിഫിക്കൻ്റ് അല്ല. കഴിഞ്ഞു. സ്റ്റേറ്റ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. പറയേണ്ട കാര്യമില്ല. 2 അഡ്ജസൻറ്റ് സൈഡ് അല്ലേ ഡയഗണലായിട്ട് അതിൻ്റെ ഡയഗണൽ എടുക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇല്ലേ, ആ പരിപാടിയാണ്. അത് സ്റ്റേറ്റ് ചെയ്യാനുള്ളൂ. നൾ വെക്ടർ, സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 0 ആയുള്ള വെക്ടറിനെ വിളിക്കുന്നവരാണ് നൾ വെക്ടർ ഓർ സീറോ വെക്ടർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇഫ് 2 ബോഡീസ് സ്റ്റിക്ക് ടുഗദർ ആഫ്റ്റർ കൊളീഷൻ. ഇടിച്ചതിന് ശേഷം 2 ബോഡീസും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കോമൺ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ. പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇയാൾ ഇലാസ്റ്റിക് അല്ല, ഇയാൾ ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. നെക്സ്റ്റ്, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കൊളിഷൻ ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. ടോട്ടൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിട്ടുള്ളത് ഏതിലാണ്? എലാസ്റ്റിക്കിലാണ്. എലാസ്റ്റിക്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്, ഇൻ ഇലാസ്റ്റിക്കിൽ അല്ല.
അടുത്ത ഡിഫൈൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പല രീതിയിൽ പറയാം. റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് എന്ന് എഴുതിയാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. എന്നിട്ട് ഇക്വേഷൻ I = mr² എന്നൊക്കെ എഴുതി വെച്ചാൽ മതി. ഓറഞ്ഞാൽ അത് വേറെ രീതിയിൽ ഡെഫിനേഷൻ വേണം നിങ്ങൾക്ക് കൊടുക്കാം, അതിൽ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി സ്റ്റേറ്റ് എനി 2 factors on which the moment of inertia of rigid body depends. നമ്മുടെ ഇക്വേഷൻ വെച്ച് എഴുതിയാൽ മതി. I = mr². വേറെ റിലേഷൻഷിപ്പുകളുണ്ട്, നമുക്ക് ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റും. അതായത് മാസ് കൂടുമ്പോൾ ഇയാൾക്ക് ചേഞ്ച് വരും അല്ലേ മാസ് കൂടുമ്പോൾ അല്ല കുറയുമ്പോൾ ചേഞ്ച് വരും. അപ്പോൾ മാസ് ഓഫ് ദ ബോഡി ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ R, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, നമ്മുടെ കറങ്ങുന്ന ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, അതും എന്താണ് ഇതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, അതിൻ്റെ സ്ക്വയറുമായിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ്, യെസ്, 2 ഫാക്ടേഴ്സ്, ഒന്ന് മാസ്, ഒന്ന് ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ്. അടുത്ത കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ പറയുന്നത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഒരു പ്ലാനറ്റ് സണ്ണിന് അറൗണ്ട് കവർ ചെയ്യുക എന്നുള്ളത് കൺസെപ്റ്റാണ് അല്ലേ. ആ ഫിഗറൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യാനേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ച് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ് കേട്ടോ. 1 മാർക്കേ അതിലുള്ളൂ, അതാണ് എൻ്റെ ഒരു പ്രശ്നം. പക്ഷേ കുറച്ച് ചെയ്യാനുണ്ട്, എന്നിട്ട് ഒരു മാർക്ക് കിട്ടുന്നതിൽ എന്തില്ല, ഒരു ശരിയായ ഒരു പ്രവണതല്ല. ഒരു 2 മാർക്കെങ്കിലും മിനിമം കൊടുക്കണമായിരുന്നു. സോ ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാം, നോക്കിക്കോളൂ. ഇവിടെ പറയുന്നത് എന്താ, 2 പ്ലാനറ്റ്സ് ഉണ്ട് കേട്ടോ. 2 പ്ലാനറ്റ്സ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഒന്ന് 6 ആണ്, മറ്റേതിൻ്റെ എന്താണ് 4R ആണ്. R1 R2 മൈൻഡ് ചെയ്യണം. ഒരാളുടെ 6, മറ്റാളുടെ അതിൻ്റെ 4 ഇരട്ടി 4R. അങ്ങനെയാണ് അവരുടെ ടൈം പീരീഡിൻ്റെ റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ടൈം പീരീഡിനെ T1 എന്നും, ഞാൻ വേറെ കളർ എഴുതാം, ഇയാളുടെ ടൈം പീരീഡിനെ T1 എന്നും ഇയാളുടെ ടൈം പീരീഡിനെ T2 എന്നും എഴുതി. നമ്മൾ പഠിച്ച റിലേഷൻഷിപ്പ് എന്താ, T² പ്രൊപ്പോർഷണൽ ടു A³ എന്നാണ് 3rd ലോയിൽ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അതിൽ ഈ A എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസ് ആണ്. പക്ഷേ അതിന് നമുക്ക് റേഡിയസ് ആയിട്ട്, അയാൾ കറങ്ങുന്ന ഓർബിറ്റിൻ്റെ റേഡിയസ് ആയിട്ടോ അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് പ്ലാനറ്റ് ആയിട്ട് എടുക്കാത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എനിക്ക് എങ്ങനെ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും, ഒന്നാമത്തെ ആളെ കേസിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, T1² പ്രൊപ്പോർഷണൽ ടു R³ എന്ന് എഴുതാൻ പറ്റും അല്ലേ. R1 എന്നാണ്, പക്ഷേ അത് R³ എന്ന് എഴുതി. റെഡി. ഇനി ഇയാളെ കേസിലോ T2² പ്രൊപ്പോർഷണൽ ടു 4R the whole cube എന്ന് എഴുതി. ഇതിന് ഇക്വേഷൻ 2 എന്ന് എഴുതി, ഇതിനെ ഇക്വേഷൻ 1 എന്ന് എഴുതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ട്രാ സ്ലൈഡ് ഇട്ട് എഴുതുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതുകയാണ് ഇത്ര തിക്നെസ് വേണ്ട, ഇതാ T1² പ്രൊപ്പോർഷണൽ ടു R³ T2² പ്രൊപ്പോർഷണൽ ടു 4R the whole cube. അവർ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ T1 / T2 the whole square now is equal to, പ്രൊപ്പോർഷണാലിറ്റി മാറി ഈക്വൽ ടു എഴുതാൻ പറ്റും. ഇതെങ്ങനെ എഴുതാൻ പറ്റുക, R³ / 4³ 64 ആണ്, ഡിവൈഡഡ് ഇൻറ്റു R³ എന്ന് വരും. ഈ R³ വെട്ടിപ്പോയി. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യുക, R³ ഒക്കെ വെട്ടിപ്പോയി. നമുക്കിപ്പോൾ T1 / T2² ആണ്. നമുക്ക് വേണ്ട എന്താ, അവരുടെ പീരീഡ്സിൻ്റെ റേഷ്യോ ആണ്. ബേസിക്കലി T1 / T2 ആണ്. അപ്പോൾ റൂട്ട് എടുക്കാൻ ചില ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട്. ചില ആൾക്കാർ ഇത് ചാടി കയറി 1/64 or 1:64 എഴുതാൻ ചാൻസ് ഉണ്ട്. തെറ്റാണ്, നമ്മൾ അതിനെ റൂട്ട് എടുക്കണം. അപ്പോൾ റൂട്ട് എടുത്താൽ എന്താ സംഭവിക്കുക, 2 സൈഡ് റൂട്ട് എടുത്താൽ, ഈ സൈഡ് റൂട്ട് എടുത്താൽ സ്ക്വയർ പോയി അല്ലേ. അപ്പോൾ T1 / T2 = ഇവിടെ 1 ആണ്, 1ൻ്റെ റൂട്ട് 1 തന്നെ, 64ൻ്റെ റൂട്ട് 8. സോ ആൻസർ 1:8 ആയിരിക്കും. 1:8 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് കുറച്ച് പേര് തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു 1 മാർക്കിന് അത് പോരാ, കുറച്ചുകൂടിയൊക്കെ മാർക്ക് വേണമായിരുന്നു. Second question, if the efficiency of a Carnot engine is 40%, efficiency 40% ആണ്. 40%, അതായത് 40 / 100 ഓർ അതിനെ നമുക്ക് 2/5 എന്ന് എഴുതാൻ പറ്റും. റെഡി. ടെമ്പറേച്ചർ ഓഫ് ഇറ്റ് സോഴ്സ്, അതിൻ്റെ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ, അതായത് T1ൻ്റെ വാല്യൂ, T1 അല്ലെങ്കിൽ T1 എന്ന് എഴുതിയാലും മതി. T1ൻ്റെ വാല്യൂ 227 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ എന്തിലോട്ട് മാറ്റണം, യെസ്, കെൽവിനിലോട്ട് മാറ്റണം. അപ്പോൾ കെൽവിനിലോട്ട് മാറ്റി കഴിഞ്ഞാൽ T1 = T1 എത്ര ഉണ്ടാവും അവിടെ, 273 പ്ലസ് ഇത് 227 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 500 കെൽവിൻ. അപ്പോൾ T1 = അല്ലെ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ 500 കെൽവിൻ ആണ്. എങ്കിൽ വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ ഓഫ് സിങ്ക്, T2 എത്ര എന്നാണ് ചോദ്യം. ചെയ്യാലോ. റെഡി. അപ്പോൾ എന്താ പരിപാടി, നമ്മളുടെ ഇക്വേഷൻ എന്താ, നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം, എഫിഷ്യൻസി = 1 - T2 - T1 അല്ലേ. അപ്പോൾ ഹീറ്റൊക്കെ വരെ നമുക്ക് 2/5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, = 1 - T2 / 500 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇയാൾ അങ്ങോട്ട് പോട്ടെ, ഇയാൾ ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ T2 / 500 ആയി, മൈനസ് മാറി പ്ലസ് ആയി, 1 - 2/5 എന്നായി അല്ലേ, 1 - 2/5. അപ്പോൾ T2 = 500നെ ക്രോസ് മൾട്ടിപ്ലൈ, അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻറ്റു
1 minus 2/5. 1 minus 2/5 എന്ന് പറഞ്ഞാൽ that is 3 divided by 5. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100. T2 is equal to 300 Kelvin എന്ന ആൻസർ വരും. സോ 300 Kelvin is the right answer. 300 Kelvin is the right answer. ഓക്കെ, എത്ര മാർക്കാണ്? 2 മാർക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ല. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ദ RMS വെലോസിറ്റി ഓഫ് മോളിക്യൂൾ ഓഫ് ഓക്സിജൻ അറ്റ് ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് അതായത് എത്രയാണ് ടെമ്പറേച്ചർ? എത്രയാണ്? കെൽവിനിലോട്ട് മാറ്റാം. നമ്മളെപ്പോഴും കെൽവിനിലെ പ്രോബ്ലം ചെയ്യാൻ പറ്റും, ഡിഗ്രി സെൽഷ്യസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് 373 Kelvin. വേണം 0.15 ആഡ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അയാളുടെ RMS വെലോസിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 6 തന്നിട്ടുണ്ട്, പിന്നെ മോളാർ മാസ് ഓഫ് ഓക്സിജൻ 32 ഗ്രാമാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? VRMSൻ്റെ VRMS ഈസ് ഈക്വൽ ടു √3RT ഡിവൈഡഡ് ബൈ എം. 3RT ഡിവൈഡഡ് ബൈ എം, അല്ലാതെ 3 kBT ബൈ സ്മോൾ ലെറ്റർ എം ആണോ? അല്ല, അതല്ല ഇവിടെ ചെയ്യേണ്ടത്. കാരണം ഇവിടെ മോളാർ മാസ് എന്നാൽ ക്യാപിറ്റൽ എം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ക്ലിയർ ആയി. VRMS ഈസ് ഈക്വൽ ടു √3RT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 3 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 8.314 ഇൻറ്റു ടെമ്പറേച്ചർ നമുക്കറിയാം 373. ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ കെൽവിനിലോട്ട് മാറ്റാൻ മറക്കരുത്. 373 എന്ന് എഴുതണം. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. മോളാർ മാസ് നമുക്ക് തന്നിരിക്കുന്നത് ഓക്സിജൻ ആകുമ്പോൾ 32 ഗ്രാം, നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷെ അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റണ്ടേ? അപ്പോൾ ഇൻറ്റു 10⁻³ എന്ന് വരും. അപ്പോൾ നമ്മളവിടെ 32 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഐ തിങ്ക് അപ്രോക്സിമേറ്റ്ലി 540. ഒന്ന് ചെക്ക് ചെയ്യണം, ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ഫൈനൽ ആൻസർ എനിക്ക് ഒരു ഇതുണ്ട്, കാൽക്കുലേഷനിൽ നിങ്ങൾ നോക്കുക. ഞാൻ ജസ്റ്റ് ഫോണിൽ അടിച്ച് നോക്കിയിട്ടുള്ളൂ. പ്രോപ്പർ കാൽക്കുലേറ്ററിൽ ബ്രാക്കറ്റ് ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് ചെയ്താണ്. 540 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുക എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ ചെയ്തപ്പോൾ അതാ കിട്ടിയത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടോ, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്തിട്ട് ഉത്തരം അടിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. എന്തെങ്കിലും ഉത്തരത്തിൽ ചേഞ്ച് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയണേ. നെക്സ്റ്റ്, ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി ഹാവിംഗ് ഇനീഷ്യൽ വെലോസിറ്റി u ഫ്രം ദ ഗ്രാഫ് ഡിറൈവ് ദ റിലേഷൻഷിപ്പ് S = UT + ½ AT². ക്ലീഷേ ക്വസ്റ്റ്യൻ. അതായത് നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ ഇങ്ങനെ വരയ്ക്കും, അതിൻ്റെ അണ്ടറിലുള്ള ഏരിയ ട്രയാങ്കിളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്ന പരിപാടി. S = UT + ½ AT². അത് പറയാം, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇത് ഡെറിവേഷൻ്റെ ഭാഗത്ത് കുട്ടികൾ പല ആൾക്കാരും ബാങ്കിങ് ഓഫ് റോഡ് എക്സ്പെക്ട് ചെയ്തു. ബാങ്കിങ് ഓഫ് റോഡ് തന്നെയാണിത്, പക്ഷേ ഇവിടെ വേറെ രീതിക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് കംപ്ലീറ്റ് ദ ഫിഗർ ഷോയിങ് ദ വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ ഫോഴ്സസും നിങ്ങൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന്, അയാൾക്ക് താഴോട്ട് ആരുണ്ടാവും? അയാൾക്ക് താഴോട്ട് അയാളെ വെയിറ്റ് ഉണ്ടാവും. താഴോട്ട് അയാളെ വെയിറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, വെയിറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു mg ഉണ്ടാവും. പിന്നെന്താ? ഈ സർഫസിന് നോർമൽ ഇങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഒരു നോർമൽ ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവും. നോർമൽ ഫോഴ്സ് ഇങ്ങനെ എങ്ങോട്ടുണ്ടാവും, നോർമൽ ഫോഴ്സ് ഇങ്ങനെ എങ്ങോട്ടുണ്ടാവും. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്കത് മാർക്ക് ചെയ്തേ പറ്റൂ. കാരണം ഫ്രിക്ഷൻ ഉണ്ട് ഇവിടെ. ഫ്രിക്ഷൻ ഇല്ലാതെ അയാൾ ഫ്രിക്ഷൻലെസ് ഒന്നുമല്ല, ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബേസിക്കലി ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എങ്ങോട്ടാണ് ഉണ്ടാവുക? ഇയാൾ ഇങ്ങോട്ടല്ലേ സ്ലൈഡ് ചെയ്യാൻ ചാൻസ്. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യുക? ഫ്രിക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങോട്ട് ആരുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്രയും ഫോഴ്സസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ഫോഴ്സസ് അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാം, പക്ഷേ റിസോൾവ് ചെയ്യണം നിർബന്ധമില്ല. കാരണം ഈ ക്വസ്റ്റ്യനിൽ ഒരു ക്ലാരിറ്റി കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണം ഇത് റിസോൾവ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ആംഗിൾ അല്ലേ നമുക്ക് തീറ്റയൊക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ 1 by 1 സോൾവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഈ ആംഗിൾ തീറ്റയൊക്കെ ആക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമ്മളത് ചെയ്യുന്നില്ല. നമുക്കിവിടെ ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല, അപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ. റെഡി, ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഇക്വേഷൻ ഫോർ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ് ഇൻ ദ എബവ് കേസ്. ജസ്റ്റ് ആ ഇക്വേഷൻ ഫൈനൽ ഇക്വേഷൻ എഴുതിയാൽ മതി, ഡെറിവേഷൻ്റെ ഫൈനൽ ഇക്വേഷൻ എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ഇൻ ലീനിയർ മോഷൻ. എടാ ഇത് നേരത്തെ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യാണിത്. റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യാണ്. ഓക്കെ, ഇനി അടുത്ത് ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ടോർക്ക് ടോയും ആംഗുലാർ മൊമെൻറ്റും എല്ലും ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഡെറിവേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് ഹൂക്സ് ലോ ഇൻ എലാസ്റ്റിസിറ്റി. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ അപ് ടു എ ലിമിറ്റ്. നെക്സ്റ്റ്, ഈ ചോദ്യം നമ്മൾ ലൈവിൽ ഇതേ വാല്യൂ വെച്ച് ചെയ്താന്ന് എൻ്റെ ഒരു ഓർമ്മ. ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ 2.3 × 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഫൈൻഡ് ഇറ്റ്സ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1
എന്താണ് 1/b എന്നാണ് 1/b എന്നാണ് വരിക. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/, ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് 2.3 × 10⁹9. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര വരിക ഇൻറ്റു 10⁻⁻9 വരും. ഇതിൻ്റെ ആൻസർ വരിക ഒരു 0.4 സംതിങ്, ജസ്റ്റ് സംതിങ് ആണ്, ഞാൻ അങ്ങനെ തന്നെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് m²/N ആയിരിക്കും. ഓക്കെ, അപ്പം അല്ലെ m²N⁻⁻1 എന്നായിരിക്കും ആൻസർ വരിക. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കാൽക്കുലേഷൻ 0.4 അപ്രോക്സിമേറ്റ് വരികയാണ്, ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു കേസിൽ എല്ലാവർക്കും ഒരേ വെലോസിറ്റിയിലാണെങ്കിൽ ബേസിക്കലി നമുക്കല്ല സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയാം അല്ലേ. എല്ലാ പോയിന്റിലും അല്ലേ, ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈനിലെ എല്ലാ പോയിന്റിലും പാർട്ടിക്കിൾസിന് സെയിം വെലോസിറ്റിയാണ് സ്ട്രീം ലൈൻ ഫ്ലോ. ഇനി ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ വെലോസിറ്റി അല്ലെ, വയലൻ്റ് ആയിട്ട് ഒഴുകുക എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. 19B കുറച്ച് കുട്ടികളെ വെള്ളം കുടിപ്പിച്ച ചോദ്യമായിരിക്കും. എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കുന്നതിലെ പ്രശ്നം. ആക്ച്വലി വളരെ സിമ്പിൾ പരിപാടിയാണ്. അതായത് നിങ്ങൾ നോക്കിക്കേ, പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ പൈപ്പ്. അപ്പോൾ ഒരു പൈപ്പ് ഉണ്ട്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്, അതിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി V ആണ്. അവർ തമ്മിലുള്ള പ്ലോട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ വിസ്കസ് ഫ്ലൂയിഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണമൊക്കെ, നോൺ വിസ്കസ് ഫ്ലൂയിഡ്സ് അല്ല നമുക്ക് പഠിക്കാണ്ടായിരുന്നേ. റെഡി. അപ്പോൾ ഇതിൽ ബേസിക്കലി എന്താണ്, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിൻ്റെ ലോജിക്ക് അപ്ലൈ ചെയ്താൽ പോരെ അവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും A1 × V1, അല്ലെങ്കിൽ പറയാൻ പറ്റും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, A ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ V എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ബേസിക്കലി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി അല്ലേ. നിങ്ങൾക്കറിയാം വീതി കൂടിയ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ വെലോസിറ്റി കുറവായിരിക്കും, എന്നാൽ വീതി കുറഞ്ഞ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ ക്വസ്റ്റിൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് വീനെ വൈ ആക്സിൽ എടുക്കാൻ അല്ലേ, വെലോസിറ്റി ഓഫ് ഫ്ലോ. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് നമ്മൾ പൊതുവേ വൈ ആക്സിൽ എടുക്കുക. അപ്പോൾ വെലോസിറ്റി വേഴ്സസ് ഏരിയ. അപ്പോൾ വെലോസിറ്റിയും ഏരിയ ബേസിക്കലി 0 ആവുന്ന കേസില്ല. അപ്പോൾ ഇവിടുന്ന് തുടക്കില്ല, കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവും. അപ്പോൾ റെക്റ്റാങ്കുലർ ഹൈപ്പർബോൾ ആയിരിക്കും ഷേപ്പ്, ഇങ്ങനെ ആയിരിക്കും ഗ്രാഫിൻ്റെ പ്ലോട്ട് ഷേപ്പ് വരിക കേട്ടോ. ഇത് നല്ല ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം കുറേ പേരെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടാവും. ഇത് കുറച്ച് നല്ലൊരു ചോദ്യം കേട്ടോ. വാട്ട് ഈസ് ദ റീസൺ ഫോർ തിക്ക് ഗ്ലാസ് ടംബ്ലർ ക്രാക്കിംഗ് വെൻ ബോയിലിംഗ് ലിക്വിഡ് ഈസ് പോർഡ് ഇൻ ഇറ്റ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ അറിയില്ല, നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം കട്ടിയുള്ള ഗ്ലാസിൻ്റെ പാത്രങ്ങളുണ്ട് വിചാരിക്കുക, ടംബ്ലർ അല്ലെങ്കിൽ ഗ്ലാസ് ഉണ്ട് വിചാരിക്കുക. അതിലോട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. നല്ല ചൂടുള്ള വെള്ളം ബോയിലിംഗ് വാട്ടർ ഒഴിച്ചാൽ പെട്ടെന്ന് ടക്ക് എന്ന് പറയുന്ന ഒരു സൗണ്ടോടുകൂടി പൊട്ടാറുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ടംബ്ലർ, ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പുവറായിട്ടുള്ള തെർമൽ കണ്ടക്ടറാണ്, വളരെ പുവർ തെർമൽ കണ്ടക്ടറാണ്. ചൂട് അങ്ങനെയൊന്നും കടത്തി വിടൂല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചൂടുവെള്ളം നമ്മളിവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഈ ഉൾഭാഗം ഇവിടെയൊക്കെ ചൂടാവും അല്ലേ, ഇവിടെ നല്ല ചൂടാവും. അപ്പോൾ ബേസിക്കലി ആ ചൂട് അവിടെ കിട്ടുന്നു. ഇനി ഗ്ലാസ് വളരെ മോശം തെർമൽ കണ്ടക്ടർ, അപ്പോൾ ഈ ചൂട് ഇങ്ങോട്ട് കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. കണ്ടക്ഷൻ പ്രോസസ്സ് ഗ്ലാസ്സിൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ചൂട് ഇങ്ങോട്ട് പെട്ടെന്നൊന്നും ട്രാൻസ്ഫർ ആയി കഴിയില്ല. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളതാണെങ്കിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവില്ല. അപ്പോൾ ഈ സൈഡ് എന്തായിരിക്കും, ഈ സൈഡ് ഹോട്ട് സൈഡായിരിക്കും, ആ സൈഡ് കോൾഡ് ആയിരിക്കും. ഉള്ളിൽ ഹോട്ട്, പുറത്ത് കോൾഡ് ആയിരിക്കും. ഇനി ഹോട്ടായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഹോട്ടായി അല്ലേ, അപ്പോൾ ബേസിക്കലി അവിടെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഈ ഭാഗം കുറച്ചിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബേസിക്കലി ഇവരിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരും. അപ്പോൾ ഉൾഭാഗം എക്സ്പാൻഡ് ചെയ്യും, പുറം ഭാഗം അതേപോലെ അങ്ങ് നിൽക്കും ചെയ്യും, ഒരു മതിൽ പോലെ നിൽക്കും ചെയ്യും. പുള്ളി മതിൽ പോലെ നിൽക്കുകയാണ്, എന്നാൽ ഈ ചങ്ങാതി എന്ത് ചെയ്യുകയാണ്, രണ്ട് സൈഡിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഇതിന് സ്ട്രെസ് ഫീൽ ചെയ്യും, അപ്പോൾ ടക്ക് നിറഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പൊട്ടും. സോ നമുക്കിവിടെ ആൻസർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഈസ് എ പുവർ തെർമൽ കണ്ടക്ടർ. When hot water is poured into the glass tumbler, only the inside walls are heated എന്ന് വേണേൽ പറയാൻ പറ്റും. This inside walls will expand while the outside walls remain same. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും. അതിനെ തെർമൽ സ്ട്രെസ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ആ സ്ട്രെസ്സ് കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ ബ്രേക്കായി പോകുന്നതാണ്. നല്ല ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കാണാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് LV കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. LV ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ട്രാൻസ്ഫർമേഷൻ ഓഫ് 7 gram ഓഫ് വാട്ടർ ഇൻ ടു ഐസ്. അപ്പോൾ 7 gram വെള്ളത്തെ ഐസാക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എത്ര ആണ് ഹീറ്റ് റിക്വയർഡ്, അതിനാണ് ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുക. അത് എത്ര എന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് സ്പെസിഫിക് ലാറ്റൻ ഹീറ്റ് ഓഫ് ഐസ് 80 calorie
ഗ്രാമാണ്. അല്ല എന്താണ് ഇയാൾക്ക് തന്നിരിക്കുന്നത് 80 കലോറി പെർ ഗ്രാമാണ് തന്നിരിക്കുന്നത്. ആയത് ഐസിൻ്റെ സ്പെസിഫിക് ലാറ്റൻ ഹീറ്റ്. അതൊരു എക്സ്ട്രാ പോയിൻ്റാണ്, പറഞ്ഞുതരാം. ഓക്കെ, നോക്കണേ. അപ്പോൾ ഇയാളുടെ കേസിൽ ലാറ്റൻ ഹീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? ലാറ്റൻ ഹീറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചത് നമുക്ക് എഴുതാൻ പറ്റും LF ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതിക്കുക, അതാ ബെറ്റർ. നമുക്കറിയാം അതിനാവശ്യമായ ഹീറ്റ് ഈസ് ഈക്വൽ ടു അവിടെ എന്താണ് മാസ് ഇൻറ്റു അവിടുത്തെ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഹീറ്റ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു LF എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഹീറ്റാണ് കാണേണ്ടത്. അപ്പോൾ മാസ് 7 ഗ്രാമാണ്. അപ്പോൾ 7 ഗ്രാമിന് ഞാൻ അതേപോലെ തന്നെ എഴുതി, 7 ഗ്രാം എഴുതി, 10⁻³ എഴുതുന്നില്ല. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെർ ഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻറ്റു LF, എത്ര LFൻ്റെ വാല്യൂ? ആ തന്നിരിക്കുന്നത് 80 ആണ് അല്ലേ. 80 കലോറി പെർ ഗ്രാമാണ്. 80 കലോറി പെർ ഗ്രാമാണ്. ഇവയൊന്നും SI യൂണിറ്റ്സ് അല്ല, പക്ഷേ ഇവിടുത്തെ ഈ ഗ്രാമും ഇവിടുത്തെ ഗ്രാമും വെട്ടിപ്പോയി അല്ലേ. ഇവിടുത്തെ ഗ്രാമും ഈ ഗ്രാമും ബേസിക്കലി വെട്ടിപ്പോവും. അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ബാക്കിയാവുന്നത് എന്താ? ഇവിടെ ബാക്കിയാവുന്നത് ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു, നമുക്ക് എഴുതാൻ പറ്റും ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 80 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു 540 എന്ന് കിട്ടും. യൂണിറ്റ് എന്തായിരിക്കും? ഇവിടെ ബാക്കി വരുന്ന കലോറി ആയിരിക്കും. അപ്പോൾ SI യൂണിറ്റിൽ കാണുന്നില്ല, കലോറി ഈസ് നോട്ട് ആൻ SI യൂണിറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കലോറി എന്ന് പറഞ്ഞാൽ, കാൽ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ 540 കലോറി എന്ന് അവിടെ എഴുതി വെക്കുക കേട്ടോ. SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ PV ഗ്രാഫ് ഓഫ് കാർനോട്ട് എഞ്ചിൻ, മാർക്ക് ദ ഡിഫറൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സ്. പറയണോ? PV ഗ്രാഫ് വരയ്ക്കുന്നു. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയാബാറ്റിക് കംപ്രഷൻ എന്ന് പറഞ്ഞ ഈ ഗ്രാഫില്ലേ, ഈ ഗ്രാഫ് വരയ്ക്കുക. അതിൻ്റെ ഡിഫറൻറ്റ് പ്രോസസ്സുകൾ എഴുതി വെക്കുക. ആ 4 പ്രോസസ്സ്: ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയാബാറ്റിക് കംപ്രഷൻ എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ്, ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിസൈൻ എ കാർനോട്ട് എഞ്ചിൻ വിത്ത് 100% എഫിഷ്യൻസി? നോ, പറ്റുമോ? ഇല്ല, ഐഡിയൽ കേസാണ്. സബ്സ്റ്റാൻഷ്യേറ്റ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ ഈസിക്കൽ 1 - T2 - T1. അപ്പോൾ നമുക്ക് ഒരു ഐഡിയൽ ആണെങ്കിൽ ബേസിക്കലി ഹീറ്റിൻ്റെ വാല്യൂ 100% ആയിരിക്കണം. അപ്പോൾ 100% അച്ചീവ് ചെയ്യണമെങ്കിൽ, 100% അച്ചീവ് ചെയ്യണമെങ്കിൽ ബേസിക്കലി 1 - ഈ ടേം എന്തായിരിക്കണം? ഈ ടേം 0 വരണം. ആ ടേം 0 വരണമെങ്കിൽ T2ൻ്റെ വാല്യൂ എന്തായിരിക്കണം? T2ൻ്റെ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു 0. T2ൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 കെൽവിനാണിത്. 0 കെൽവിൻ നമുക്ക് പ്രാക്ടിക്കലി അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രാക്ടിക്കലി 0 കെൽവിൻ നമുക്ക് ഒരു കാരണവശാലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 0 കെൽവിൻ ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. നിങ്ങൾക്ക് വേർഡ്സിൽ എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയമെൻഷൻ ഓഫ് എനർജി ml² T⁻². സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. LHSൻ്റെ RHS ഡയമെൻഷൻ സെയിം ആണ്. ചെക്ക് വെദർ ദി ഇക്വേഷൻസ് ഡയമെൻഷനലി കറക്റ്റ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. നിങ്ങൾക്ക് അറിയുന്നതല്ലേ. പക്ഷേ ഇവിടെ 2π√m/g, L/g അല്ല പറഞ്ഞത്, m/g. അപ്പോൾ ഇവിടെ ടീൻ്റെ വാല്യൂ എന്താ? ടീൻ്റെ ഡയമെൻഷൻ L⁻²1. ടീൻ്റെ ഡയമെൻഷൻ L⁻²1. അപ്പോൾ ഇത് L⁻1 ആണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? L⁻1. ബാക്കിയുള്ളത് L⁻1 ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒന്നായിട്ട് എടുക്കാം. 2 × π × √m/g എന്ന് എഴുതി. അതിൻ്റെ ഡയമെൻഷൻ കാണുമ്പം 2ഉം πയും ഡയമെൻഷൻ ഒന്നുമില്ല. അപ്പോൾ അത് എഴുതണ്ട. റൂട്ട് അതേപോലെ എഴുതി. മാസിൻ്റെത് m ആണ്, ജീൻ്റെത് L⁻1 T⁻² ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇവരെ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ √m⁻1 L⁻1 T⁻² എന്ന് വരും. അപ്പോൾ അതിനെ റൂട്ട് എടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. റൂട്ട് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു വാല്യൂ എന്തായാലും വരുമോ? ഈ താഴത്തിൽ L⁻1 വരുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? RHS ഡയമെൻഷൻ എന്താ? m⁻1 L⁻1 T⁻². ഇത് രണ്ടും സെയിം ആണോ? നോ. അപ്പോൾ തെറ്റാണ്. ദാറ്റ്സ് എ റോങ് ആൻസർ എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. ഓക്കെടാ. ഷോ ദാറ്റ് in an open pipe the frequency of first 3 harmonics are in the ratio V1 എന്താണ്? അല്ല, nu1:nu2:nu3 എന്താണ്? 1:2:3 അല്ലേ? ഫ്രീക്വൻസിൻ്റെ കാര്യം വെച്ച് നിങ്ങൾക്കറിയാം. അപ്പം V/12 മീൻസ് V/12 ആയിരിക്കും ഫണ്ടമെൻ്റൽ വരിക. പിന്നെ അടുത്തത് 2V/12 വരും. പിന്നെ അടുത്തത് 3V/12 ഒക്കെ വന്നിട്ട് റേഷ്യോ വരിക നിങ്ങൾക്ക് 1:2:3 ആയിരിക്കും അല്ലേ? ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2:3 ആയിരിക്കും. സോ അങ്ങനെ കിട്ടും. പിന്നെ എന്താ? ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഇസ് 332 എന്താ വരുന്നത്? m/s. 332 m/s. സോ വെലോസിറ്റി എന്നിട്ട് 332 m/s എന്നുണ്ട്. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഫണ്ടമെൻ്റൽ നോഡ് ഓഫ് എ പൈപ്പ് ഓഫ് ലെങ്ത് ആണ് തന്നത് 50 സെൻറ്റിമീറ്റർ. എന്ന് വെച്ചാൽ 50 സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കുകയാണെങ്കിൽ 10⁻⁻² വരും, അല്ലെങ്കിൽ 0.5 മീറ്റർ വരും. ഓക്കെ.
ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആണെങ്കിൽ ആ ഫണ്ടമെൻ്റൽ നോഡ് എത്ര ആയിരിക്കും, അല്ലെങ്കിൽ ആ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്ര ആയിരിക്കും? V/4L ആയിരിക്കും അല്ലേ. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/4L ആയിരിക്കും ക്ലോസ്ഡ് ആണെങ്കിൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതല്ല ചോദിച്ച ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഈക്വൽ V/4L. V എത്രയാണ്? 332/4 ഇൻറ്റു L എത്രയാണ്? 0.5. സോ 332/4 ഇൻറ്റു 0.5 എന്ന് വെച്ചാൽ 4 × 5 20 ആണ്. 4 × 0.5 എന്ന് പറഞ്ഞാൽ 2 ആണ്. 332/2 എന്ന് വെച്ചാൽ 2 പ്രാവശ്യം പോവും. 213ൽ 2 6 are 12, ബാക്കി ഒന്നാണ് 2 അല്ലേ. എന്ന് വെച്ചാൽ 166 വരും. 166 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമുക്ക് വരും. ഓക്കെ, ഓ സോറി 166 വരും. ഓക്കെ, 166 ഹേർട്സ് വരും. ഓക്കെ, ഇതാണ് വരും. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ആൻസർ വരിക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, a boy throws cricket ball with a velocity u at an angle theta with the horizontal. At the highest point, what are the vertical and horizontal components of velocity? At the highest point vertical component എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഹൊറിസോണ്ടൽ സ്റ്റിൽ എന്തായിരിക്കും? u cos theta തന്നെയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അല്ലേ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ടൈം ഓഫ് ഫ്ലൈറ്റ്? അതായത് നമ്മൾ ഇന്നലെയൊക്കെ ഡിറൈവ് ചെയ്തിരുന്നു. അതായത് ടോട്ടൽ ടൈം ഇപ്പം 2t ആണെങ്കിൽ മുകളിലേക്ക് ഒരു ടൈം t എടുക്കും, അപ്പുറത്തേക്ക് ഒരു ടൈം t എടുക്കും. ടോട്ടൽ ടൈം 2t ആയിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് എന്താണ് ജസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിൽ ഫസ്റ്റ് എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്താൽ മതി. v = u + at. അപ്പോൾ മുകളിലേക്ക് എത്തുമ്പം ഈ ഹൈറ്റ് അല്ലെങ്കിൽ എന്താണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് u sin θ ആണ് അല്ലേ. സോ u sin θ 0 ആവുന്ന പോയിന്റ് ആണ് ആ മാക്സിമം ഹൈറ്റ്. സോ നമ്മൾ ആ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്ത് ഇക്വേഷൻ ചെയ്യാൻ മതി. സോ v ഫൈനൽ വെലോസിറ്റി ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ എത്രയാണ്? 0. സോ 0 = u sin θ മൈനസ് gt എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ gt = u sin θ എന്ന് കിട്ടിയിട്ടുണ്ടാവും. t = u sin θ/g എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എത്താൻ എടുക്കുന്ന. സോ തിരിച്ച് താഴത്തോട്ട് അത്രയും തന്നെ എടുക്കും. ഓക്കെ, സോ ടോട്ടൽ ടൈം അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സെയിം ഹൊറിസോണ്ടൽ ലെവലിലേക്ക് എത്തുന്ന ഹൈറ്റിനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നൊക്കെ പറയാം. ഇതിൻ്റെ 2 ടൈംസ് ആയിരിക്കും. സോ 2u sin θ/g വരും. ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇഫ് ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ ഫയർഡ് അറ്റ് ആൻ ആംഗിൾ 15 degrees 50 meter, then calculate the velocity of projection. റേഞ്ച് പറഞ്ഞാൽ u² sin 2θ/g ആയിരുന്നു. സോ 50 = u² sin 2θ. sin 15 ആണ്. 2θ പറയുമ്പം sin 30 ആവും അല്ലേ. ബൈ u² sin 2θ/g വരും. g ഞാൻ 10 എടുക്കുകയാണ്. 10 എടുത്തോളാം, കാരണം 9.8 എടുക്കുന്നില്ല. ഓക്കെ, അപ്പം 500 = u² sin 30 വരും. 500 = u² sin 30 എന്ന് വരും. sin 30 പറഞ്ഞാൽ 1/2 ആണ്. സോ 500 = u² × 1/2 എന്ന് വരും. u² = 500 × 2000 എന്ന് വരും. u = √1000 എന്ന് വരും. ഈ √1000 എഴുതുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ √100 × 10 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ √100 10 ആണ്. സോ 10√10 ആണ് ആൻസർ വരിക. √10ന്റെ വാല്യൂ ഏകദേശം 3.16 ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3.16 × 10 31.6 ഒക്കെ ആയിരിക്കും ആ വെലോസിറ്റി വരിക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവുക 31.6 ആയിരിക്കില്ല. 31.6നേക്കാൾ കുറച്ച് കുറഞ്ഞ വാല്യൂ. കാരണം ഞാനിവിടെ 10 കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തത്. 9.8 കൺസിഡർ ചെയ്യുമ്പോൾ 31ന്റെ റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, സോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇത്ര ഞാൻ പറയും. ഓക്കെ, മതി. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഒരു പണിയില്ല. എന്താ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? F = dp/d. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് അപ്ലൈഡ് എന്ന് വരും. പിന്നെന്താണ്? ഫ്രം ദ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അറൈവ് ദ കൺസർവേഷൻ ഓഫ് മൊമെന്റം. അതൊന്നുമില്ല. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് = 0, ദെൻ dp/dt = 0. അങ്ങനെയാണെങ്കിൽ p ഒരു കോൺസ്റ്റന്റ് ആയ മാത്രമേ സംഭവിക്കുള്ളൂ. സോ p = കോൺസ്റ്റന്റ് അല്ലെങ്കിൽ mv = കോൺസ്റ്റന്റ് എന്നൊക്കെ വരും. ഓക്കെ, ഇതൊക്കെയായിരുന്നു നമ്മളുടെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. ലീനിയർ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. അതാണല്ലേ. ഇനി അടുത്തത് എന്താണ്? വാട്ട് ഇസ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ? റീകോയിൽ വെലോസിറ്റി നിങ്ങൾക്ക് അറിയാം. ബുള്ളറ്റ് നല്ലൊരു വെലോസിറ്റി, അതായത് മസിൽ സ്പീഡിൽ പോകുമ്പോൾ ഗൺ എന്താണ്? ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ ബുള്ളറ്റ് പോകുമ്പോൾ ഗണ്ണിന് ബാക്കിലേക്ക് ഒരു വെലോസിറ്റി ഉണ്ടാവും. ചെറിയ രീതിയിൽ അത് ബാക്കോട്ട് ഒന്ന് ജേർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വെലോസിറ്റി വിളിക്കുന്നവരാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. സോ ബുള്ളറ്റ് ഓഫ് മാസ് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണ്. ബുള്ളറ്റ് ഓഫ് മാസ് 50 gram. ഇപ്പോൾ ബുള്ളറ്റിൻ്റെ മാസ് സ്മോൾ എം ആക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് ഇപ്പം കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വെച്ചിട്ടാണ്. സോ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഈ ഒരു സിസ്റ്റത്തിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ മൊമെന്റം വെച്ചിട്ട് ഫൈനൽ മൊമെന്റം, അല്ലെങ്കിൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് വെച്ചിട്ട് ആഫ്റ്റർ ഫയറിംഗ് ഒക്കെ വരും. ബിഫോർ ഫയറിംഗ് രണ്ടുപേരും മൂവ് ചെയ്തുകൊണ്ട് ഇനീഷ്യൽ മൊമെന്റം 0, അല്ലെങ്കിൽ ബിഫോർ ഫയറിംഗ് 0. ആഫ്റ്റർ ഫയറിംഗ് രണ്ടുപേർക്കും വെലോസിറ്റി ഉള്ളതുകൊണ്ട് ഗണ്ണിൻ്റെ മാസ് ഞാൻ ക്യാപിറ്റൽ എം ആക്കി എടുക്കുന്നു. ഗണ്ണിൻ്റെ ഉണ്ടാകുന്ന റീകോയിൽ വെലോസിറ്റി ക്യാപിറ്റൽ വി ആക്കി എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഗണ്ണിൻ്റെ വെലോസിറ്റി ഇൻറ്റു ഗണ്ണിൻ്റെ മാസ് പ്ലസ് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി ഇൻറ്റു ബുള്ളറ്റിൻ്റെ മാസ് വരും. സോ ഇവിടെ നമുക്ക് റീകോയിൽ വെലോസിറ്റി അല്ലേ കാണേണ്ടത്, ക്യാപിറ്റൽ വി അല്ലേ കാണേണ്ടത്. സോ mv = -mv നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ v = -mv/capital M എന്ന് പഠിച്ചിട്ടുണ്ടാവും. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. സോ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ = മൈനസ് മാസ് ഓഫ് ബുള്ളറ്റ് 50 gram ആണ്. സോ 50 × 10⁻³ kg ഇട്ട് ആക്കാം. ഓക്കെ, ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ആണ് മസിൽ സ്പീഡ് എന്നൊക്കെ പറയാം. ഓക്കെ, മസിൽ വെലോസിറ്റി എന്നൊക്കെയാണ് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി പറയാം. സോ അത് 100 ആണ്. 100 അല്ലെങ്കിൽ 10⁻² അല്ലെങ്കിൽ 100 അവിടെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ബൈ ക്യാപിറ്റൽ എം എന്ന് വെച്ചാൽ എത്ര? മാസ് ഓഫ് ദ ഗൺ 4 ആണ്. ഇത് ചെയ്ത ആൻസർ കിട്ടും.
അപ്പോൾ നമുക്കത് മുകളിൽ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. 15ൻ്റെ ഒരു 0 ഉണ്ട്, അവിടെ 2 0 ഉണ്ട്. സോ 10⁻³ ഉണ്ട്, ഇൻറ്റു 10⁻³ അതൊക്കെ കട്ടായി പോയി. പിന്നെ -5/4 ആണ്. അവിടെ 4 പ്രാവശ്യം പോകും, ബാക്കി ഒരു 0.5 ടൈംസ് 0.25 ടൈംസും കൂടെ 4 പോകും അല്ലേ. സോ ഇതിന് ആൻസർ വരിക -1.25 ആയിരിക്കും വരിക മീറ്റർ/സെക്കൻഡ്. ഇതായിരിക്കും അപ്പം റീകോയിൽ വെലോസിറ്റി. മൈനസ് എന്തുകൊണ്ടാണ് വന്നത്, അതായത് ബുള്ളറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഈ മൈനസ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. എത്രയാണ് റീകോയിൽ സ്പീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി, 1.25 മീറ്റർ/സെക്കൻഡ് മതി. ഓക്കെ അല്ലേ, ഐഡിയ മനസ്സിലായില്ലേ? കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ, എർത്ത് ഇമ്പാർട്ട് സെയിം ആക്സിലറേഷൻ ഓൺ ഓൾ ഒബ്ജക്ട്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ മാസ്. വൈ? എടാ നിങ്ങൾക്കറിയാം എർത്ത് എന്തുകൊണ്ടാണ് സെയിം ആക്സിലറേഷൻ കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിയൊക്കെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് മാസ് ഓഫ് ദ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു അല്ലേ. കാരണം നിങ്ങൾക്കറിയാം ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് GMM/r² അല്ലേ. GMM/r² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, mg ആയിട്ടായിരിക്കും വരേണ്ടത്. സോ എമ്മും കട്ടായി പോയിട്ട് G = GM/r² എന്നാണ് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തപ്പോൾ ഇക്വേഷൻ വന്നിട്ടുണ്ടാവുക. അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് വരുന്നുണ്ടോ ഈ ടേമിൽ? ഇല്ലല്ലോ, മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് വന്നിട്ടില്ല അല്ലേ. മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് രണ്ടുപേർക്കും വന്നില്ല. സോ ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിലും വേറൊരു ഈ ഒരു റിമോട്ട് ഡ്രോപ്പ് ചെയ്യാൻ രണ്ടുപേർക്കും ഒരേ ആക്സിലറേഷൻ കിട്ടും. കാരണം ഇവരുടെ മാസിനൊന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് എർത്തിൻ്റെ മാസിനും എർത്തിൻ്റെ റേഡിയസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ആ ബോഡീൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, ഈ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് G വിത്ത് ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. അതും പ്രശ്നമൊന്നുമില്ല. GH ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ടു സർഫസിലുള്ളത് ഇൻറ്റു r²/r+h² എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, ഇനിയിപ്പം ഹൈറ്റ് വളരെ ചെറുതാണെങ്കിൽ h ഇസ് വെരി ലെസ് ദാൻ r ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, GH = G × 1 - 2h/r എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഡിറൈവ് ചെയ്ത് ഇപ്പോൾ കാണിക്കുന്നില്ല, ഇത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ. ഒന്നുമില്ല, h ഹൈറ്റിലേക്കുള്ളത് എഴുതുക, സർഫസിലുള്ള എഴുതുക, എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റേഷ്യോ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ് r ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് G വിത്ത് r. ഓക്കെ, എങ്ങനെയാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് r എഴുതുന്നത്, ഇതാണ് G എഴുതുന്നത്. ഓക്കെ, അപ്പം സെൻറ്റർ ഓഫ് ദ എർത്ത് എന്ന് പറയുമ്പോൾ r = 0. അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ് അല്ലേ. അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. പിന്നെ സർഫസ് വരെ ലീനിയർലി കൂടിക്കൊണ്ടിരിക്കും. സർഫസ് വരെ ലീനിയർലി കൂടിക്കൊണ്ടിരുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇനി അത് കുറയും. ഓക്കെ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് കുറയാൻ പോവാണ്. സോ ഇങ്ങനെ കുറഞ്ഞു. സോ ഇതാണ് നമ്മളുടെ r = r എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, അപ്പം ഈ ആക്സസിൽ നമ്മൾ ആറും ഈ ആക്സസ് ജിയും വരയ്ക്കണം. ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് വരിക. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നത് ആ 9.8 എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ട്. ഓക്കെ, ഇത്രയുള്ള സംഭവം. ഓക്കെ അല്ലേ, കഴിഞ്ഞു. ഇനി എന്താണ്, റൈറ്റ് ദ യൂണിറ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. എന്താണ് വരിക, കിലോഗ്രാം മീറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും വരിക, SI യൂണിറ്റ്. ഓക്കെ, ഡയമെൻഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ml⁻⁻1 t⁻⁻1 എന്നൊക്കെ എഴുതാൻ പറ്റും. ഈ മെറ്റൽ സ്ഫിയർ ഓഫ് ഡെൻസിറ്റി റോ ആൻഡ് റേഡിയസ് a is falling through an infinite column of liquid of density sigma and coefficient of viscosity θ. എന്തിലേക്കുള്ള പുറപ്പാട്? ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തിക്കാനായിരിക്കും. സോ എന്താണ്, നെയിം ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സ്ഫിയർ. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോഴൊക്കെ ചെയ്യലുണ്ട്. ബോൾ ആ ഒരു ഫ്ലൂയിഡിലേക്ക് വീഴുമ്പോൾ ബോൾ ആ ലിക്വിഡിന് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ലിക്വിഡ് തിരിച്ച് ബോളിന് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇത് കൂടാണ്ട് എന്താണ്, F = 6π∗rv എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിസ്കസ് ഫോഴ്സും കൂടെ അവിടെ ഉണ്ടാവും, വിസ്കസ് ഡ്രാഗും കൂടെ അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. സോ ഇതൊക്കെയായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. കാരണം എന്താ, അവിടെ ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് വരുന്നത്. യൂണിഫോം വെലോസിറ്റി വരുന്നതാണ് അവിടെ ആക്സിലറേഷൻ ഉണ്ടാകുന്നില്ല. സോ അവിടെ നെറ്റ് ഫോഴ്സ് 0 ആണ്. സോ താഴത്തോട്ട് വരുന്ന ഫോഴ്സ് = മുകളിലോട്ടുള്ള ഫോഴ്സ് എന്ന് വരും. സോ താഴത്തോട്ടുള്ള ഫോഴ്സ് F1 = F2 + mg എന്നൊക്കെ നിങ്ങൾ F2 + 6π∗rv എന്നൊക്കെ നിങ്ങൾ എഴുതിയിട്ടില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഡെറിവേഷനിലേക്ക് എത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിറൈവ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ എനി 2 ഫോഴ്സസ് നിങ്ങൾക്ക് പറഞ്ഞാൽ പറയാൻ പറ്റും. ആ ഒരു 6π∗rv അല്ലെങ്കിൽ എന്താണ്, ബോൾ ലിക്വിഡിന് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സോ അല്ലെങ്കിൽ ലിക്വിഡ് ബോളിന് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റോക്സ് തിയറം ഡിറൈവ് ആൻ ഇക്വേഷൻ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ഓർമ്മ ഉണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. m1g = m2g + 6π∗rv എന്നൊക്കെ പോയിട്ട് എമ്മിനെ 4/3πr³ എന്നൊക്കെ എഴുതിയിട്ട്. ഓക്കെ, ഓർമ്മ ഉണ്ടല്ലോ, 4/3πr³. ആ ബോളിൻ്റെ ഡെൻസിറ്റി d ആണെങ്കിൽ dg = 4/3πr³ ρg എന്നൊക്കെ പറഞ്ഞിട്ട് + 6π∗rv എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഡിറൈവ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ ഞാൻ പറയാം. എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, ടെർമിനൽ വെലോസിറ്റി അല്ല ചോദിച്ചത്. സോ 2r² g × d - ρ/9 ആയിരുന്നു. സോ ഇവിടെ റേഡിയസ് a എടുക്കാൻ പറഞ്ഞു. സോ 2a² × g × ബോളിൻ്റെ ഡെൻസിറ്റി ഞാൻ ഡിറൈവ് ചെയ്തപ്പോൾ d ആണ് എടുത്തത്. ഇവിടെ ബോളിൻ്റെ ഡെൻസിറ്റി എത്രയാണ് ചോദിച്ചത്, ബോളിൻ്റെ ഡെൻസിറ്റി ρ ആണ്. സോ ρ മൈനസ് ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി സിഗ്മ ആണ്. ρ - സിഗ്മ ബൈ എന്ത് വരും, 9 η. സോ 2r² g × d - ρ/9. ഈ ഒരു ഫോമിലായിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, 2a² g × ρ - സിഗ്മ/9 നിങ്ങൾ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ അല്ലേ. അപ്പം ഇത്രയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് തോന്നുന്നു. യെസ്, ഇത്രയൊക്കെയായിരുന്നു ചോദിച്ചത്. സോ നിങ്ങൾക്ക് എന്താണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ വന്നിട്ടുള്ള കുറവുകളൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം ക്ലിയർ ആക്കിയിട്ട് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയാൽ മതി. ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഇതേ ടൈപ്പൊക്കെ തന്നെയായിരിക്കും ഈ പബ്ലിക്കിന് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ,
സോ ഓൾ ദ ബെസ്റ്റ്. അപ്പം നമുക്ക് അടുത്തത് മീൻസ് അടുത്ത പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കാം.